വാടാ. കേരള രാഷ്ട്രീയത്തിൻ്റെ കരുത്തുറ്റ നേതാവായ പി.കെ. രാംദാസിൻ്റെ പിൻഗാമിയാര്? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും എമ്പുരാൻ. മക്കളല്ല, എന്നെ പിന്തുടർന്നവരാണ് എൻ്റെ യഥാർത്ഥ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ, മക്കളായ പ്രിയദർശിനിയും ജിതിൻ രാംദാസും സ്വന്തം അച്ഛൻ്റെ ആദർശങ്ങളെ പിന്തുടരുന്നില്ലെന്നും അവർക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും വരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ട്രെയിലറിൽ ലാലേട്ടൻ പറയുന്ന പോലെ ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ കേരളത്തെ രക്ഷിക്കുവാൻ ജിഹാദികളുടെയും കപട മതേതരവാദികളെയും ഭയപ്പെടുത്തുന്ന ആ ദൈവപുത്രൻ ആരാണ്? വരട്ടെ, ദൈവപുത്രൻ വരട്ടെ. തമ്പുരാൻ്റെയും ദൈവത്തിനുമിടയിലുള്ള അച്ചകുത്താൻ ഖുറേഷി എബ്രഹാം ഖുറേഷി. 16-ാം വയസ്സിൽ നാടുവിട്ട് ലഹരിക്കും മയക്കുമരുന്നിനും വരെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത അജയ്യനായ ലൂസിഫർ. ലൂസിഫർ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും അജയ്യനായി വാഴുന്നു. ഡ്രഗ് മാഫിയ പിടിമുറുക്കിയ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ഗോവർദ്ധൻ്റെ ആവശ്യപ്രകാരം എമ്പുരാൻ്റെ രാഷ്ട്രീയ പ്രവേശം. അതാണ് എമ്പുരാൻ ലൂസിഫർ 2. അപകടകരമാം വിധം ഉള്ളൊരു ഇൻഫ്ലക്സ് നാർക്കോട്ടിക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് നേരത്തെ എനിക്ക് തോന്നിയിരുന്നു. അതിൽ നാർക്കോട്ടിക്സ് കാർട്ടൽസ്, നാർക്കോ കാർട്ടൽസ് നമ്മുടെ രാഷ്ട്രീയവുമായിട്ട്, ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയവുമായിട്ടുണ്ടാകുന്നൊരു അവിഹിതമായ ബന്ധമുണ്ട്. അത് ഫണ്ടിങ്ങിലൂടെയും ഒക്കെ പല രീതിയിലും അത് പ്രൊവൈഡ് ചെയ്യും. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സുമാണ്. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ലൂസിഫർ അല്ല എമ്പുരാൻ. മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിൻ്റെ പരകായ പ്രവേശം, ഒപ്പം മുരളി ഗോപിയുടെ ശക്തമായ തിരക്കഥയും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും. ഇത് പൊളിക്കും. മോഹൻലാൽ ആരാധകർക്കും മലയാളികൾക്കും ഏറെ അഭിമാനം തരുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ. നമ്മളേവരും ആവേശത്തോടെ കാത്തിരുന്ന ആ മോഹൻലാൽ കഥാപാത്രം ഇതാ വീണ്ടും വെള്ളിത്തിരയിൽ വരികയാണ് ശക്തമായി. മുരളി ഗോപിയുടെ എഴുത്തിനൊപ്പം പൃഥ്വിരാജിൻ്റെ ഡയറക്ടർ ബ്രില്യൻസും, ഒപ്പം നമ്മുടെ സ്വന്തം ലാലേട്ടനും മഞ്ജു വാര്യരും. We have to end this war. Say, God's own country.